ചാറ്റ് ചെയ്യുവാൻ പലവിധ ആപ്പുകളുണ്ടെങ്കിലും ഭൂരിഭാഗം പേരുടെയും ഇഷ്ട പ്ലാറ്റ്ഫോം വാട്സാപ്പ് തന്നെയായിരിക്കും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ ഒരുപക്ഷെ ആദ്യം ഓപ്പൺ ചെയ്യുന്ന ആപ്പും വാട്സാപ്പ് തന്നെയാവും. ഭൂരിഭാഗം പേരും ഉപയോഗിക്കുന്ന ചാറ്റിംഗ് ആപ്പ് എന്ന നിലയിൽ അത്യാവശ്യ മെസ്സേജുകളെല്ലാം വരുന്നത് ഇതിലായിരിക്കുമല്ലോ. എന്നാൽ ഈ വാട്സാപ്പിൽ നിന്നും ടെലഗ്രാമിലേക്ക് മെസ്സേജ് അയക്കുവാൻ കഴിയുമോ? സാധാരണ നിലയിൽ അത് പറ്റില്ലെന്ന് പറയാമല്ലേ. എന്നാൽ ആ ഉത്തരം അധികം വൈകാതെ തന്നെ തെറ്റാൻ പോവുകയാണ്. സ്കൈപ്പ്, സിഗ്നൽ, സ്നാപ്പ്, ടെലഗ്രാം, മെസഞ്ചർ തുടങ്ങിയ മറ്റു ആപ്പുകളിലേക്ക് സന്ദേശം അയക്കുവാൻ കഴിയുന്ന രീതിയിൽ ക്രോസ് ആപ്പ് ചാറ്റ് സൗകര്യമൊരുക്കുവാൻ പോവുകയാണ് വാട്സാപ്പ്. യൂറോപ്യൻ യൂണിയന്റെ ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ടിന് അനുയോജ്യമായ തരത്തിലാണ് വാട്സാപ്പ് പ്രവർത്തനം മാറ്റുവാൻ പോകുന്നത്. വാട്സാപ്പിന്റെ എഞ്ചിനീയറിംഗ് ഡയറക്ടർ ഡിക് ബ്രോവർ ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് 200 കോടിയിലേറെ വരുന്ന ഉപഭോക്താക്കൾക്കും വാട്സാപ്പിലെ ഈ മാറ്റം കിട്ടുമെന്നാണ്. ആദ്യഘട്ടത്തിൽ ഗ്രൂപ്പ് ചാറ്റുകളും കാളുകളും ലഭ്യമായേക്കില്ല. മറ്റു ആപ്പുകളിൽ നിന്നുള്ള സന്ദേശം വാട്സാപ്പ് വേറെ തന്നെ സൂക്ഷിക്കും. ഇത് തേർഡ് പാർട്ടി ചാറ്റ്സ് എന്ന പ്രത്യേകം സെക്ഷനിലാവും കാണിക്കുക. മറ്റ് ആപ്പുകളുടെ സമ്മതം വാങ്ങേണ്ടതടക്കം ഇനിയും കടമ്പകൾ ഉള്ളതിനാൽ ക്രോസ് ആപ്പ് ചാറ്റ് എന്നു മുതലാണ് ലഭ്യമാകുകയെന്ന് കൃത്യമായി പറയാനായിട്ടില്ല. മറ്റ് ചാറ്റിംഗ് ആപ്പുകളിൽ സുരക്ഷാ മാനദണ്ഡങ്ങളും പ്രോട്ടോകോളുകളും വ്യത്യാസമുള്ളതും വെല്ലുവിളിയാണ്. സ്വകാര്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിവിധ ആപ്പുകൾ വാട്സാപ്പുമായി ക്ലാരിറ്റിയുള്ള കരാറിൽ എത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. സുരക്ഷാ ഭീഷണിയുള്ളതും സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതുമായ ആപ്പുകളുമായി സഹകരണം എങ്ങനെയെന്നതടക്കം പല പ്രശ്നങ്ങളുമുണ്ട്. മാർച്ചിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായേക്കും. യൂറോപ്യൻ യൂണിയൻ വിവിധ ചാറ്റ് ആപ്പുകളുടെ സഹകരണം ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം നടത്തി കഴിഞ്ഞു. യൂറോപ്പിനെയാണ് ആദ്യഘട്ടത്തിൽ ക്രോസ് ആപ്പ് ചാറ്റിന് പരിഗണിക്കുക. പിന്നീട് അവിടുത്തെ റെസ്പോൺസ് നോക്കിയ ശേഷം ലോകമാകെ ഇത് വ്യാപിപ്പിക്കും. എന്നാൽ ക്ലോസ്ഡ് പ്ലാറ്റ്ഫോമായ ആപ്പിളിന്റെ ഐ മെസ്സേജ് ഈ നീക്കത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം. വാട്സാപ്പിന്റെ സുരക്ഷ, സ്വകാര്യത എന്നിവയ്ക്ക് യാതൊരു കോട്ടവും വരാതെ DMA നിയമം അനുസരിക്കാനാണ് ഒരുങ്ങുന്നത്. പുതിയ നിയമത്തെക്കുറിച്ച് തങ്ങൾക്ക് പരാതിയില്ലെന്ന് വാട്സാപ്പിന്റെ എഞ്ചിനീയറിംഗ് ഡയറക്ടർ ഡിക് ബ്രോവർ വ്യക്തമാക്കുന്നു. വാട്സാപ്പ്, സിഗ്നൽ തുടങ്ങിയ ആപ്പുകളുടെ സവിശേഷത അവയുടെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ വഴി സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്നതാണ്. അതായത് നമ്മുടെ ചാറ്റ് മറ്റാരും ഒരിക്കലും കാണില്ല. എന്നാൽ ക്രോസ് ആപ്പ് ചാറ്റ് സൗകര്യമൊരുക്കുമ്പോൾ ഈ സ്വകാര്യത നഷ്ടമാവില്ലേ? മെറ്റയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മെസഞ്ചറിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ കൊണ്ടുവരുവാൻ നേതൃത്വം നൽകിയ ഒരാളാണ് ഡിക്. ആപ്പുകൾ തമ്മിൽ സഹകരിച്ചാൽ ഇത് നിലനിർത്തുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പക്ഷം.